ശബാബ് വാരിക മുഖപ്രസംഗം SIR വെറുതെ ഇരിക്കാൻ സമയമായിട്ടില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. ഈ നിർണായക സമയത്ത് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം കൊണ്ടുവന്നത്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വോട്ടർ പട്ടിക വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാത്തവർക്ക് ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതുകൊണ്ട് ലോക്സഭ, നിയമസഭാ വോട്ടർ പട്ടികയിലും പേരുണ്ടാകുമെന്ന് കരുതുന്നത് തെറ്റാണ്. രണ്ടും വ്യത്യസ്ത പട്ടികയാണ്. അതുകൊണ്ടുതന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR പ്രക്രിയ മാറ്റിവെക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വകവെച്ചിരുന്നില്ല. ഒടുവിൽ കേരളത്തിലെ വിവിധ പാർട്ടികൾ സുപ്രീംകോടതിയെ സമീപിക്കുകയും കോടതി നിർദ്ദേശത്തെ തുടർന്ന് സമയം നീട്ടിനൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SIR പ്രക്രിയയുടെ ആദ്യപടിയായ ഫോം പൂരിപ്പിച്ചു നൽകാനുള്ള അവസാന തീയതി ഡിസംബർ 18 വരെയാണ്. ഡിസംബർ 23-നാണ് ആദ്യ കരടുപട്ടിക തയ്യാറാവുക. അന്ന് പുറത്തിറങ്ങുന്ന കരടുപട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടും കരടുപട്ടികയിൽ പേര് വരാത്തവർ അപ്പീൽ നൽകുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. നേരത്തെ അപ്പീൽ കാലാവധി തീരുന്നതിനു മുമ്പ് തന്നെ അന്തിമ പട്ടിക പുറത്തിറങ്ങുന്ന വിധത്തിലാണ് സമയക്രമീകരണം നടത്തിയിരുന്നത്. ഇത് തെറ്റായ നടപടിയാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷനെ അറിയിച്ചിരുന്നു. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം അന്തിമ പട്ടിക പുറത്തിറങ്ങുന്നത് ഫെബ്രുവരി 21-നാണ്. കരട് വോട്ടർ പട്ടികയിൽ പേരുവരാത്തവർ ആവശ്യമായ രേഖകൾ സഹിതം ജില്ലാ മജിസ്ട്രേറ്റിനാണ് അപ്പീൽ നൽകേണ്ടത്. അതിലും തീരുമാനമാകാത്ത പക്ഷം സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെയാണ് സമീപിക്കേണ്ടത്. അപ്പീൽ നടപടി സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ ഇനിയും പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അർഹരായ ഒരാളും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പാക്കണം. കരടുപട്ടിക പുറത്തിറങ്ങിയ ശേഷം അത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡിസംബർ 23-ന് പുറത്തിറങ്ങുന്ന കരടുപട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനും എന്തുകൊണ്ട് നിരസിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അപാകതകൾ പരിഹരിക്കാനും നാം സ്വയം മുൻകൈയെടുക്കണം. സമ്മതിദാനാവകാശം എന്നതിലുപരി പലതരത്തിലുള്ള നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള പ്രക്രിയയാണ് SIR. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രത പാലിക്കാൻ നാം തയ്യാറാകണം. 2025-ലെ പട്ടികയിൽ പേരുള്ളവർക്കാണ് എന്യൂവേഷൻ ഫോം ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടുതന്നെ പല കാരണങ്ങളാൽ നേരത്തെ പട്ടികയിലുണ്ടാവുകയും പിന്നീട് വെട്ടിമാറ്റപ്പെടുകയും ചെയ്തവർ പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സമയബന്ധിതമായി അപേക്ഷ നൽകണം. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്ത സമയത്ത് ഫോം ലഭിക്കാതെ പോയ പലരുമുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ. അതിന്റെ കാരണം അവർ 2025-ലെ പട്ടികയിൽ ഇല്ല എന്നതാണ്. അത്തരം ആളുകൾ പുതുതായി പേര് ചേർക്കാൻ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകണം. SIR-ന്റെ ഭാഗമായ നടപടിക്രമങ്ങളിൽ നാം സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെതിരായ രാഷ്ട്രീയ പോരാട്ടത്തെക്കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടവും തെരുവുകളിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടവും നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന പേരിൽ നടക്കുന്ന ഈ പ്രക്രിയ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താനുള്ളതാണെന്ന് നാം വ്യാമോഹിക്കാൻ പാടില്ല. പരമാവധി ആളുകളെ പുറന്തള്ളാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ബീഹാറിൽ നടന്നത്. പ്രസ്തുത അനുഭവം നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അലസമായി ഈ പ്രക്രിയയെ സമീപിക്കാൻ സാധിക്കില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തല്ലോ എന്ന് സമാധാനിച്ചിരിക്കുകയുമരുത്. അർഹരായ ഒരാളും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പാക്കണം.